ഹായ് ഫ്രണ്ട്സ്, ട്രാമ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രൂട്ട് ജെല്ലി കേക്കുമായിട്ടാണ്. കുറേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സും ജെല്ലിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി കേക്കാണ്. ഓവനൊന്നും വേണ്ട കേട്ടോ, ഫ്രിഡ്ജും ഫ്രൂട്ട്സും ജലാറ്റിനും മാത്രം, പിന്നെ ഷുഗറും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഫ്രൂട്ട് ജെല്ലി കേക്കിന് വേണ്ടി ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒരു 750 ml, അതായത് ഒരു 3/4 ലിറ്റർ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം. ഫസ്റ്റ് നമ്മൾ എടുത്തു വെച്ച വെള്ളം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനൊരു 50 ഗ്രാം ജലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചൂടാവാതെ ജലാറ്റിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കലങ്ങി കിട്ടാൻ പാടായിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ആഡ് ചെയ്ത ജലാറ്റിൻ നന്നായിട്ട് വെള്ളമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ തിളയ്ക്കാൻ തുടങ്ങണം. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യാണ്. ഇതൊരു 250 ഗ്രാം ഷുഗർ ഉണ്ടാകും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഷുഗർ എല്ലാം നന്നായിട്ട് മെൽറ്റായി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്കത് നമ്മുടെ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് ആദ്യം ഉണ്ടായിരുന്നു, അതെല്ലാം ക്ലിയർ ആയി വരുന്നു. ഇനി ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ട്രേ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്, കിവി, പിന്നെ സ്ട്രോബെറി, മാംഗോ, ബ്ലാക്ക് ഗ്രേപ്സ്, ഗ്രീൻ ഗ്രേപ്സ്, പിന്നെ പീച്ച് ഞാൻ കുറച്ചാട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജെല്ലി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആഡ് ചെയ്യുന്ന ഷുഗർ അത്രയും കുറച്ച് മതി. പിന്നെ ഇവിടെ കിവി റൗണ്ട് സ്ലൈസിലും വെച്ചിട്ടുണ്ട്. ഇത് അഭിയേട്ടൻ്റെ ഐഡിയ ആട്ടോ, അതായത് നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കിവി റൗണ്ടായിട്ടും വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ഇങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ കുറച്ച് സ്ലൈസ് വെച്ചിട്ടുണ്ട്. എൻ്റെ ഗാർണിഷിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രേ. അപ്പം നമ്മളുടെ ജലാറ്റിനൊന്ന് പതുക്കെ തണുത്തോട്ടെ, എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജലാറ്റിൻ ഇവിടെ കുറച്ച് ചൂടുണ്ട്, എന്നാലും ചൂടാറി വരുന്നു. ഞാനപ്പം ഫസ്റ്റ് ഒരു ലെയറിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുവാണേ. ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം. എനിക്കിത്തിരി ക്ഷമ കുറവുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. എന്തിനത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ലെയർ ഒന്ന് സെറ്റ് ആയാലാണ് നമ്മൾക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ടോപ്പ് ലെയർ നല്ല നീറ്റായിട്ട് ഒറ്റ ലെയറായിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഈ ഫ്രൂട്ട്സിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോൾ കേക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുവാണേ. നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാൻ ഓൾറെഡി വെച്ചല്ലോ, ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ജലാറ്റിനിൽ ഫ്ലേവർ കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് മാംഗോ ഫ്ലേവറാണ്. ഇതൊരു 150 ml നമ്മുടെ ജലാറ്റിൻ മിക്സ് ചെയ്ത് ആ ഒരു സൊല്യൂഷനാണ്. അതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാംഗോ ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആഡ് ചെയ്ത ആ ഒരു മാംഗോ ഫ്ലേവറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. കാണാൻ പോകുന്നത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ല സൂപ്പർ മധുരമൊക്കെയാണ്. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത സ്ട്രോബെറി ഫ്ലേവർ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ സ്ട്രോബെറി ഫ്ലേവർ ഉണ്ടാക്കാൻ പോകുന്നു. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ സ്ട്രോബെറി ഫ്ലേവറും ആഡ് ചെയ്തിട്ട് അപ്പോൾ ആ ഓരോ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വെച്ചത് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 15-20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ, ഫ്രിഡ്ജിലല്ല കുറച്ച് നേരം ഫ്രീസറിലും കൂടെ വെച്ചായിരുന്നു കേട്ടോ, പെട്ടെന്ന് ആവാൻ വേണ്ടി. അപ്പം ഒരു 5 മിനിറ്റ് ഫ്രീസറിലും വെച്ചു, ബാക്കി ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിലും വെച്ചു. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലെയർ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് സെറ്റ് ചെയ്യാം. നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചില്ലായിരുന്നു ഒരു കിവി ഇങ്ങനെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ നടുക്കുള്ള സ്പേസിലോട്ട് നമ്മുടെ സ്ട്രോബെറിയും വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഗാർണിഷിനുള്ളത് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇവിടെ തണുക്കാനായിട്ട് എടുത്ത് വെച്ചായിരുന്നേ നമ്മുടെ മാംഗോ ജെല്ലിയുടെ ഫ്ലേവേർഡ് സിറപ്പ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കുക. ഇനി പതുക്കെ സ്പൂൺ വെച്ചിട്ട് ഇത് നമ്മുടെ കളറെല്ലാം ചില ഭാഗത്തൊക്കെ മുന്തിരിയൊക്കെ ഒരുമിച്ച് കിടക്കുന്നുണ്ട്, അതെല്ലാം കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തോട്ടും. സ്പ്രെഡ് ചെയ്ത് ഇത് അനക്കാൻ നേരം ശ്രദ്ധിക്കുക, നമ്മുടെ സൈഡിൽ ഗാർണിഷ് ചെയ്തേക്കുന്നത് പോകരുത് കേട്ടോ. ഇനി ഇത് നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 5 അല്ല കേട്ടോ, ഒരു 7-8 മിനിറ്റ് ഫ്രീസറിലാട്ടോ ഇത്തവണ വെച്ചത്. അപ്പോൾ അത് പെട്ടെന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ഫ്രൂട്ട്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏടെ സൈസിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ മാംഗോ ഒക്കെ ഇച്ചിരി വലുപ്പം കൂടിപ്പോയോ എന്നൊരു ഡൗട്ട്. പക്ഷെ ഉള്ള കാര്യം പറയാമല്ലോ, ഇത് ഫസ്റ്റ് ട്രൈ ആട്ടോ. എനിക്ക് നേരത്തെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അത് ഒന്നോടെ പ്രിപ്പയർ ചെയ്യണ ആ ഒരു പരിപാടിയോട് എനിക്ക് താല്പര്യമില്ല. നമ്മുടെ കുക്കർ ബിരിയാണിയൊക്കെ കണ്ടായിരുന്നു, അതൊക്കെ ഫസ്റ്റ് ട്രൈ ആയിരുന്നു. രസമല്ലേ? ഫ്രൂട്ട്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റത്തെ ലെയർ നമ്മുടെ സ്ട്രോബെറി ഫ്ലേവർഡ് ജെല്ലി ഞാൻ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പതുക്കെ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഏതെങ്കിലും ഫ്രൂട്ട്സിൻ്റെ ഭാഗം ഇങ്ങനെ മുകളിലോട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ജെല്ലിയിൽ അങ്ങ് ഡിപ്പായിക്കോളും. ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ഒരു 2 to 4 hours നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കാം. അപ്പോൾ 2 hours കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഫ്രൂട്ട് ജെല്ലി കേക്ക് 4-5 മണിക്കൂർ എടുത്തു. അപ്പോൾ 5 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തു. പിന്നെ 2 സ്ട്രോബെറി കൊണ്ട് റോസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. നമ്മൾ ഇതിനു മുമ്പൊരു സ്റ്റാർട്ടിങ് ടൈമിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സ്ട്രോബെറി കൊണ്ട് റോസ് ഉണ്ടാക്കുക എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ കിവിയും സ്ട്രോബെറിയൊക്കെ സൈഡിൽ നിരത്തി വെച്ച് കാണാൻ പറ്റുന്ന രസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിന് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്ത ഫ്രൂട്ട് ജെല്ലി കേക്കെന്നോ ഗ്ലാസ് കേക്കെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, റെഡി ആയിട്ടുണ്ട് ഇവിടെ. നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ കൊടുത്ത കളർ കോമ്പിനേഷൻ എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ എന്നത്തെയും പോലെ നമ്മുടെ ഈ ഒരു സിമ്പിൾ ഡിഷും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ഫീഡ്ബാക്സും ഞങ്ങൾ കൺസിഡർ ചെയ്യുന്ന കേട്ടോ. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Icon on the YouTube app and never miss another update.